കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പോയ ബോയിംഗ് വിമാനം ദുബായ് എയർപോർട്ടിൽ ഇടിച്ചിറങ്ങി പൂർണ്ണമായും കത്തി നശിക്കുകയുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിമാനത്തിനകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും ജീവനക്കാർക്കും ജീവനോടുകൂടി രക്ഷപ്പെടുവാൻ സാധിച്ചത്. മിനിറ്റുകൾ വൈകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് കേരളം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി മാറിയേനെ. ഭാഗ്യം തുണച്ചു എന്ന് ആശ്വസിക്കാമെങ്കിലും ഇനി ഇതുപോലൊരു അപകടഘട്ടം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ ഉടൻ പാലിക്കേണ്ട ചില സുരക്ഷാ കാര്യങ്ങളും മുൻകരുതലുകളുമുണ്ട്. എത്നി ഹെൽക്കോട്ട് ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. വിമാനത്തിൽ കയറുമ്പോൾ ക്യാബിൻ ക്രൂ നൽകുന്ന നിർദ്ദേശങ്ങളും അനൗൺസ്മെന്റുകളും ശ്രദ്ധിച്ച് കേൾക്കുക. അവ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക. യാത്രയ്ക്കായി സീറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിമാനത്തിന്റെ ടെയിൽ ഭാഗത്ത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വിമാനാപകട സമയത്ത് വിമാനത്തിന്റെ ടെയിൽ ഭാഗത്തുള്ള യാത്രക്കാർക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത 40% അധികമാണ് എന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. വിമാനത്തിൽ നിങ്ങളുടെ സീറ്റും വാതിലും തമ്മിൽ എത്ര സീറ്റുകളുടെ അകലമുണ്ട് എന്ന് കൃത്യമായി എണ്ണി വയ്ക്കുക. ഒരു തീപിടുത്തമുണ്ടായാൽ വിമാനത്തിനുള്ളിൽ പുക നിറയുകയും ഒന്നും കാണാനാകാത്ത സാഹചര്യവും ഉണ്ടാകാം. വാതിലിനടുത്തേക്കുള്ള സീറ്റുകളുടെ എണ്ണം കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വാതിലിനടുത്തേക്ക് എത്തുവാൻ സാധിക്കും. അപകടമുണ്ടായാൽ രക്ഷപ്പെടുവാൻ വാതിലിനടുത്തേക്ക് കുനിഞ്ഞു നടക്കുവാൻ ശ്രമിക്കുക. കാരണം വിമാനത്തിനകത്ത് ചൂടുപിടിച്ച പുക വിമാനത്തിന്റെ മുകൾ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുവാനുള്ള സാധ്യതയാണുള്ളത്. അത് ശ്വസിച്ചാൽ നിങ്ങൾ അബോധാവസ്ഥയിലാകുവാനും രക്ഷപ്പെടാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. വിമാനാപകടമുണ്ടായാൽ നിങ്ങളുടെ ലഗേജുകൾ തിരഞ്ഞ് സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പാസ്പോർട്ട്, മരുന്നുകൾ, മറ്റു രേഖകൾ ഇവ കോട്ടിന് പോക്കറ്റിലോ കയ്യിൽ കരുതാവുന്ന ചെറിയ ബാഗിലോ സൂക്ഷിക്കുക. അടിയന്തര സാഹചര്യമുണ്ടായാൽ നിങ്ങൾക്ക് ഈ ബാഗുമെടുത്ത് രക്ഷപ്പെടുവാൻ സാധിക്കും. വിമാനയാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കോട്ടൺ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വിമാനത്തിന് തീപിടുത്തമുണ്ടായാൽ കോട്ടൺ വസ്ത്രങ്ങൾ എളുപ്പത്തിൽ തീപിടിക്കുകയില്ല. കഴിവതും ടൈറ്റ് ആയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സ്ത്രീകൾ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഹൈ ഹീൽ ചെരുപ്പുകൾ ഒഴിവാക്കുക. അപകടമുണ്ടായാൽ രക്ഷപ്പെടുവാൻ ഇത്തരം ചെരുപ്പുകൾ ഒരു തടസ്സമാണ്. വിമാനത്തിന്റെ സീറ്റ് ബെൽറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഉചിതം. കുലുക്കത്തിലും ക്രാഷ് ലാൻഡിംഗിലും നിങ്ങൾക്കുണ്ടാകുന്ന അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഇത് ഉപകരിക്കും. അപകടമുണ്ടായാൽ നിങ്ങൾ ഉടൻ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുക. തീപിടുത്തമുണ്ടായാൽ വിഷപ്പുക വിമാനത്തിനകത്ത് നിറഞ്ഞേക്കാം. ഇത് ശ്വസിച്ചാൽ ബോധം നഷ്ടപ്പെടുവാനോ മരണം സംഭവിക്കുവാനോ സാധ്യതയുണ്ട്. വിമാനത്തിന് പുറത്തിറങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് 500 അടി അല്ലെങ്കിൽ 155 മീറ്റർ അകലത്തേക്ക് ഓടി മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ഇൻഫർമേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോ ചിത്രം ഷെയർ ചെയ്ത് എല്ലാവർക്കും പ്രചരിപ്പിക്കുക. ഇതുപോലുള്ള വിമാന അപകടങ്ങളിൽ ആളപായം ഉണ്ടാകാതിരിക്കട്ടെ. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് etnihellcote.com.